എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പരിപ്പും തക്കാളിയും കൂടെ ചേർത്തുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. തുവരപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കുക്കറിലേക്ക് 100 ഗ്രാം തുവരപ്പരിപ്പിട്ട് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പരിപ്പിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 3 വിസിൽ വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേക്ക് ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. തക്കാളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം ഇതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. വേവിച്ചു വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. ചോറിനൊപ്പം നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കറി. നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.